അതിപ്പോ ചോദിക്കാനുള്ള കാര്യം അല്ല. അത് ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോ നമുക്ക് ചോദിച്ചല്ല. രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്ക എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പം ഒന്നും അങ്ങനെ പോട്ടെ. കാര്യം അറിയാലോ, സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസം നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം. അപ്പൊ തീരുമാനിച്ച് നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ അത് എന്നോട് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഉപദേശം തന്നാണ്. ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ ശ്രദ്ധിക്കാം, അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പിന്നീട് ഒരു സമയം ഉണ്ടാവും, അങ്ങനെ പറഞ്ഞാണ്. എന്നിട്ട് ധ്യാനം നോട്ടം കൂടെ അതെ അതെ, ഒരു ഓണത്തിനാണ് ഞങ്ങൾ രണ്ടുപേരുടെ സിനിമകൾ വന്നത്. ലവ് ആക്ഷൻ ഡ്രാമ ധ്യാൻ ചേട്ടൻ മുഴുവൻ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. വർക്കായതൊക്കെ ആയ സിനിമയാണ് സത്യമായിട്ടും. അപ്പൊ ഈ അഭിനയിക്കുന്ന സിനിമകളൊന്ന് ഗ്യാപ്പ് എടുത്തിട്ടോ മാറ്റി വെച്ചിട്ടോ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് 2026-ലോ 2027-ലോ ഒക്കെ എത്തുമോ ധ്യാൻ ശ്രീനിവാസൻ? എത്തും. അടുത്ത വർഷം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, അതിന് സംവിധാനം ചെയ്യാന്ന് മേടിച്ചിരിക്കും. അടുത്ത വർഷം അവസാനമൊക്കെ നായകൻ ഒരാൾ മനസ്സിലുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഒന്നായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും ഇത്രയും പേരുടെ ഒരു സെറ്റിലാണല്ലോ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയായിരുന്നു ശരിക്കും മൊത്തത്തില് സെറ്റിന്റെ ഒരു വൈബ് നമ്മുടെ ആക്ടിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ ചെയ്തോ? പാർട്ട്നേഴ്സില് ഈ ഇരിക്കുന്ന മികച്ച നടന്മാര് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് മാത്രമേ എടുത്ത് ചെയ്യാൻ സാധിച്ചുള്ളൂ, എന്റെ ഭാഗ്യം. നായിക സാധന ടൈറ്റസ് ആണ്. ദേവികി രാജേന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഞാൻ നീരജ എസ് ദാസ്. ഇത് മലയാളത്തിലെ എന്റെ 3ാമത്തെ ചിത്രമാണ്. മാസ്റ്റർ പീസ് എന്ന വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ തുടക്കം. മമ്മൂക്ക, ഷാൻ ചേട്ടൻ, അങ്ങനെ വലിയൊരു എൻട്രി ആണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത്. അതെ, ദിനേശ് ചേട്ടൻ ഉണ്ടായിരുന്നു. സോറി, ഇല്ല മറക്കില്ല, ഒന്നും മറക്കില്ല. അതിനുശേഷം ഇര എന്ന മൂവിയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിച്ചു. ഇന്ററാക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ പാർട്ട്നേഴ്സിൽ വന്നെത്തിയിരിക്കുകയാണ്. ഇതില് 5 കഥാപാത്രങ്ങൾ. സഞ്ജു ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അഴകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റിൽ ഈ കഥാപാത്രം എത്തുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ്. അത് സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം. സെറ്റിലുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ധ്യാൻ ചേട്ടനെ കണ്ടപ്പോൾ നമുക്ക് ഈ സിനിമകൾ കണ്ട് നമ്മൾ ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ കാര്യം ഒരു ഓൺ സ്ക്രീനിൽ വരുമ്പോൾ ഒരു പെർഫോമൻസ് ആയിരിക്കുമല്ലോ. എങ്ങനെയാണ് നേരിട്ട് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അതല്ല, എനിവേ ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ നേരിട്ട് ചെയ്യുന്ന കാണുമ്പോൾ അദ്ദേഹം അതുപോലെയൊക്കെ തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടറെ മാറുന്നില്ല. നല്ലൊരു എന്താ പറയാ ഇന്ററാക്ഷൻ ആയിരുന്നു എല്ലാവരുമായിട്ടും. ഇപ്പൊ സഞ്ജു ചേട്ടനാണെങ്കിലും അനീഷ് ചേട്ടനാണെങ്കിലും അതുപോലെ തന്നെ സോറി റോണി ചേട്ടനായിട്ട് എനിക്ക് സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഷാൻ ചേട്ടൻ ഞങ്ങൾ ഓൾറെഡി പിന്നെ എന്താ പറയാ മാസ്റ്റർ പീസ് നല്ലൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നല്ലൊരു വൈബാണ് ത്രൂ ഔട്ട് എനിക്ക് സെറ്റിൽ ലഭിച്ചത്. പിന്നെന്താ പറയാ, പിന്നെ അതുപോലെ തന്നെ നവീൻ ചേട്ടൻ ഈ ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗംഭീരമായ തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പിന്നീട് എന്താ പറയാ, ഇത്രയൊക്കെയാണ് എനിക്ക് പറയുന്നത്. താങ്ക് യു.